memory hierarchy. Okay, so I'm just following what is mentioned in the syllabus. So memory hierarchy എന്താണ് memory hierarchy എന്ന് പറയുന്നത്? So memory hierarchy is structured organization of memory components designed to optimize performance, cost, and storage capacity in computer system. So we have seen different memories in our CPU, in our computer system. Cache memory, virtual memory, primary memory, secondary memory. Then our internal register RAM, whatever so memories are available in the memory system. And some memories are, as we have discussed, some memories are very expensive in terms of cost per bit. ഓരോ ബിറ്റും സ്റ്റോർ ചെയ്യുന്നതിനുള്ള അതിൻ്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ സർട്ടൺ മെമ്മറീസ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ആൻഡ് സോ ദ സൈസ് ഈസ് വെരി ലെസ്. എക്സ്പെൻസീവ് ആയതുകൊണ്ട് ടു കോമ്പൻസേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മെമ്മറിയുടെ സൈസ് വളരെ കുറച്ചായിരിക്കും എൻ്റെ മാനുഫാക്ചേഴ്സ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ അതർ മെമ്മറീസ് എന്ന് പറയുന്ന കോസ്റ്റ് കുറവാകുമ്പോൾ ആയതുകൊണ്ട് അങ്ങനെയുള്ള മെമ്മറീസ് ആയിരിക്കും നമ്മളുടെ മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ ഓരോ മെമ്മറിക്കും ഓരോരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അനുസരിച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറി എന്തിനാണ് കമ്പ്യൂട്ടറിൽ കൊടുക്കേണ്ട ആവശ്യം? ഓക്കെ, സോ വിത്തൗട്ട് ദാറ്റ് മെമ്മറി പെർഫോമൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ വിൽ ബി വെരി മച്ച് അഫക്റ്റഡ്. ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറി കൊടുത്തിട്ടില്ല എങ്കിൽ ആ പ്രോസസ്സർ അല്ലെങ്കിൽ ആ സി പി യുവിൻ്റെ പ്രോസസ്സിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പുവർ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സോ പെർഫോമൻസ് വേഴ്സ് കോസ്റ്റ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് രണ്ട് മെമ്മറി രണ്ടില്ലെങ്കിൽ കോസ്റ്റ് ഉള്ള മെമ്മറിയും കോസ്റ്റ് ഇല്ലാത്ത മെമ്മറിയും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ കോംപ്രമൈസ് ചെയ്യുന്നത്, ആ ഡിഫറെൻറ്റ് ലെവൽസിൽ വരുന്ന മെമ്മറി എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയുന്നതാണ് മെമ്മറി ഹെറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ന്യൂ ഇൻ ദിസ്. ജസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഹൗ ദിസ് മെമ്മറി ഈസ് സ്ട്രക്ചേർഡ് ഇൻ അവർ സി പി യു. എങ്ങനെയാണ് നമ്മൾ മെമ്മറി പ്രോസസ്സർ അല്ലെങ്കിൽ സി പി യുവിൽ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്കഷൻ മാത്രമാണ് എന്ത് ഹെറാർക്കി അല്ലെങ്കിൽ മെമ്മറി ഹെറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, so structured organization of memory components designed to optimize performance. We have to optimize the performance. We don't have to compromise the performance by offering very cheap memory. Okay, also we don't have to go for very expensive computer by offering very expensive memory. വളരെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സ്പെൻസീവ് മെമ്മറി കൊടുത്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു ഹാവ് കോംപ്രമൈസ് between the two. So it arranges memory types into levels based on speed, cost and capacity to ensure the CPU can access frequently used data quickly. Okay, so that we discussed that concept of cache memory, wherein computer or CPU will look into that seriously or very seriously looking data, very seriously frequently using data. Microprocessor use ചെയ്യുന്ന മെമ്മറി ഏതാണ്? ക്യാഷെ മെമ്മറിയാണ്. ഓക്കെ, സോ ആ സ്പീഡ്, കോസ്റ്റ് ആൻഡ് കപ്പാസിറ്റി ഇവർ തമ്മിലുള്ള ഒരു കോംപ്രമൈസിൽ നമ്മൾ മെമ്മറി ഡിഫറെൻറ്റ് ലെവൽസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ലെവൽസിനെയാണ് നമ്മൾ മെമ്മറി ഹെറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It helps in optimizing the memory available in the computer. It is used in computer system to optimize the usage of available memory resources. Hierarchy is composed of different levels of memory, each with a varying speed, size, and cost. The lower levels such as registers and caches have faster access times but are limited in capacity and more expensive. So out of the memories we discussed in the previous classes, the two memories, expensive memories were discussed. It was cache memory and register memory. Okay, so cache memory and register memory, their size is very very small because these two memories are very expensive. And the register memories, they are making that memory unit within the processor itself. ഏത് പ്രോസസ്സറാണോ ആരാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, ആ ഡിസൈനേഴ്സ്, ആ പ്രൊഡ്യൂസർ അത് ഡെവലപ്പ് ചെയ്യുന്ന ഐ സി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മെമ്മറിയാണ് എന്ത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. സോ ഔട്ട് ഓഫ് ദോസ് മെമ്മറീസ് വി ഡിസ്കസ്ഡ് സോ ഫാർ, ദ വെരി ഗുഡ് മെമ്മറി, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സി പി യുവിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് ഏത് രജിസ്റ്റർ മെമ്മറി. Okay, so register memory is the fastest memory and the very expensive memory. So expensive in the sense it will consume some area in your microprocessor.
നമ്മളെ പ്രോസസ്സർ ഏതാണോ ആ പ്രോസസ്സിൻ്റെ അകത്ത് കുറച്ച് ഏരിയ കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ആ പ്രോസസ്സറിൻ്റെ അകത്ത് ആ മെമ്മറിയെ നമ്മളെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ലെവൽ 0 വരുന്ന ഒരു മെമ്മറി ആണ് നമ്മളുടെ രജിസ്റ്റർ മെമ്മറിയും ക്യാഷെ മെമ്മറിയും. സോ അതിൽ നിന്ന് താഴേക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന ഡിഫറെന്റ് ലെവൽസിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ എല്ലാ മെമ്മറിയെയും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആസ് വി ആർ ഗോയിങ് ഡൗൺ or to the level wise we are going up, what will happen? Speed will be very less and those memories will be very cheap. In the lower levels, level 0 ile speed വളരെ കൂടുതലാണ്, the same time accessing എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആക്സസ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. So by storing frequently accessed data in faster and smaller memory levels and less frequently accessed data in slower but larger memory levels, memory hierarchy ensures efficient data access, reduces processing time and enhance overall system performance. This is the requirement of for memory hierarchy. എന്താണ്? By storing frequently accessed data in faster and smaller memories, okay, and non-frequent data in larger memory units, okay, we can ensure the performance of the computer is at a compromised level, okay, at a reasonable level. So this is just a structure of this memory hierarchy. So it's like different levels, okay. At the top of you can see registers, CPU register. നമ്മൾ മൈക്രോ പ്രോസസറിൻ്റെ അകത്തുള്ള മെമ്മറിയാണ് നമ്മൾ പറഞ്ഞ CPU രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും മുകളിലുള്ള മെമ്മറി എന്ന് പറയുന്നത്. So as we are moving up, that is increase in cost per bit. At the top you can see it is very expensive, okay. To the downside, increase the capacity, okay, and access time. So access time is less in top, access time is very high in bottom level, okay, and cheap is towards the bottom level of your memory hierarchy. So top level, level 0 is CPU registers and level 1 is cache memory. Okay, so cache memory, there are two types of cache memory. സ്റ്റാറ്റിക് റാംസ് അല്ലെങ്കിൽ റാമിൽ തന്നെ പറയുന്ന ഒരു പേരാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. ഈ റാം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. ഓക്കെ, സോ സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാംസും അത് രണ്ട് പ്രിൻസിപ്പിൾസ് വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ്. ഡൈനാമിക് റാംസ് എന്ന് പറയുന്നത് ദേ ആർ വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി, സ്റ്റോറേജ് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ കപ്പാസിറ്റേഴ്സ്. ഓക്കെ, സോ കപ്പാസിറ്ററിൽ നമ്മൾ വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന മെമ്മറീസ് ആണ് നമ്മളുടെ ഡൈനാമിക് മെമ്മറി അല്ലെങ്കിൽ ഡി റാം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ബട്ട് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ദേ ആർ പ്യുവർലി സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ് എന്ത് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. Understood? So static RAM എന്ന് പറയുന്ന മെമ്മറി, both static RAM and dynamic RAM, these two memories will retain the data inside as long as the power is there. Okay, പവർ ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സ്റ്റാറ്റിക് റാമിലേക്കും ഡൈനാമിക് റാമിലേക്കും റൈറ്റ് ചെയ്ത ഡാറ്റ അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്ത് നാളെ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ that data is permanently lost. You have to write again. Okay, so while principle wise working principle അനുസരിച്ച് both static RAM and dynamic RAMs are differ. Static RAM എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്. They are purely electronic circuits and dynamic RAMs are based on the charging of a capacitor. Okay, so charging potential അല്ലെങ്കിൽ ചാർജിന്റെ ലെവൽ അനുസരിച്ചാണ് ആ ഡൈനാമിക് റാമിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. But the difference between these two are dynamic RAMs എന്ന് പറയുന്നത് ചാർജിങ് ഓഫ് കപ്പാസിറ്ററിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഈ കപ്പാസിറ്ററിൽ പവർ ഉണ്ടെങ്കിലും കുറെ സമയം കഴിയുമ്പോൾ കപ്പാസിറ്റേഴ്സ് പതുക്കെ ലീക്ക് ചെയ്യാൻ തുടങ്ങും, ചാർജ് ലീക്ക് ചെയ്യാൻ തുടങ്ങും, ചാർജ് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. Okay, so even though power is there on the static dynamic RAM unit, slowly it starts to lose its data. ഓക്കെ, സോ ഈ ഡൈനാമിക് റാമില് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ ലൂസ് ആയി പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഡാറ്റ ലോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡൈനാമിക് റാമിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡാറ്റയെ റിഫ്രഷ് ചെയ്ത് റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈവൻ ദോ റാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പവർ ഓൺ ആണെങ്കിലും ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം അതിനകത്ത് ഡാറ്റ ഉണ്ടാകും എന്നാണ് ബൈ ഡെഫിനിഷൻ, ബൈ കോൺസെപ്റ്റ്. സോ ഡൈനാമിക് റാം ഇറ്റ് ഈസ് ചീപ്പ് ദാൻ
static RAM. But disadvantage is you need to refresh your data every time within your dynamic RAM. Okay, so ആ റിഫ്രഷിന് വേണ്ടിയിട്ടുള്ള മെമ്മറി കൺസെപ്റ്റ് അതിന്റെ പവർ അതെല്ലാം ഡൈനാമിക് റാമില് കൂടുതലാണ്. Okay, but that cheaper than static RAM. So it's construction wise ഉള്ള ഡിഫറൻസ് ആണ് static RAM and dynamic RAM എന്ന് പറയുന്നത്. So static cache RAM static RAM ആണ്, it is expensive than dynamic RAM. Static RAM is expensive than dynamic RAM. Okay, so why static RAM is made of purely electronic components. So IC, integrated circuit, you need to have that components inside your CPU or inside your memory unit. Okay, that's why it is expensive. And while in the dynamic RAM it is cheaper than static RAM, and so it is having some disadvantages. Power consumption കൂടുതലാണ്, speed of access compared to static RAM കൂടുതലാണ്. Understood? And so it is in the level 2. So after in level 1 and level 2, both are in the RAM. In the level 3, you have magnetic disk storage. Conventional ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ഒക്കെയാണ് നമ്മളുടെ ലെവൽ 3 വരെ. ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക്. nowadays it is solid state SSD ഹാർഡ് ഡിസ്ക് എന്ന് നമ്മൾ പറയും. കമ്പയർഡ് ടു മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക്, SSD ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റിയും അതിന്റെ ആക്സസിങ് ടൈം ഒക്കെ ഇംപ്രൂവ്ഡ് ആണ്. ആൻഡ് സോ ദ പെർഫോമൻസ്, യു കൻ എക്സ്പീരിയൻസ് ദ പെർഫോമൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടേഴ്സ് ഹാവിംഗ് മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഹാർഡ് ഡിസ്ക്. സോളിഡ് സ്റ്റേറ്റ് ഹാർഡ് ഡിസ്കിന്റെ നമ്മളുടെ വിൻഡോസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്, പെട്ടെന്ന് ബൂട്ട് ചെയ്ത് വരും സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. ഓക്കെ, സോ ദോസ് ആർ ഇൻ ദ മാഗ്നറ്റിക് ഡിസ്ക് സ്റ്റോറേജ് അല്ലെങ്കിൽ ലെവൽ 3 വരിക. ആഫ്റ്റർ ദെൻ ഇൻ ദ ലെവൽ 4 യു ഹാവ് optical disk. So optical disk nowadays in the CPU, in the computer you cannot see optical disk, optical drive ഒന്നും ഇല്ല. But in the 10 year before that was very common to laptops and computers. In computers നമുക്ക് കാണാൻ പറ്റും, ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. There you have options to insert your compact disk and DVD disk etc, Blu-ray disk, അതൊക്കെ അങ്ങനെയുള്ള മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഡിസ്ക് ഓൾസോ ദാറ്റ് ആർ ജസ്റ്റ് storage devices, not for about working with the CPUs. CPU ന്റെ applications load ചെയ്യാനോ ഒന്നുമല്ല. This is just only for copying your data. Storage purpose-ന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. So it is a very large സൈസിലുള്ള മെമ്മറിയാണ്. So even terabytes of memory capacity ഉള്ള ഹാർഡ് ഡിസ്ക് ആണ് nowadays കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. 1 TB എന്ന് പറയുന്നത് എത്രയാണ്? 1 TB 1024 GB. Okay, so അത്രയും വളരെ സൈസ് ഉള്ള ഹ്യൂജ് കപ്പാസിറ്റീസ് ഉള്ള മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഒക്കെ, ബ്ലൂറേ ഡിസ്ക് ഒക്കെ അവൈലബിൾ ആണ്. മാഗ്നറ്റിക് ഡിസ്കിലും ലെവൽ 3 ലെവൽ 4 വരുന്ന ഡിസ്ക്. ആൻഡ് ദെൻ ലാസ്റ്റ് യു ഹാവ് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് ഒന്നും ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒന്നുമില്ല. Even at my college time we used to carry one magnetic tape with us. That is what it's called floppy drive എന്ന് പറയുന്ന ചെറിയ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു യൂണിറ്റ്. ഫ്ലോപ്പി ഡ്രൈവ് എന്ന് പറയുന്ന ഡ്രൈവും നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, nowadays 15-20 years before ആയിരുന്നു, 15 years ബിഫോർ പോലും ആ ഒരു യൂണിറ്റ് അത് ഔട്ടായി പോയി. ഓക്കെ, സോ ഫ്ലോപ്പി ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് ടേപ്പിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മെമ്മറി എന്ന് പറയുന്ന മാഗ്നറ്റിക് ടേപ്പ് ആണ്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മെമ്മറി യൂണിറ്റ് ആണ് നമ്മളെ എന്ത് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്ന ഫ്ലോപ്പി ഡ്രൈവ്. ഓക്കെ, അതിന്റെ മെമ്മറി കപ്പാസിറ്റിയും വളരെ കുറവായിരുന്നു. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന മെമ്മറി അല്ലെങ്കിൽ ഫ്ലോപ്പി ഡ്രൈവിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.1-1.2 MB മാത്രമായിരിക്കും. Not for the movies or photos or something. It is just for copying the text document. കോപ്പി ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ചെറുത പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു മെമ്മറി കോൺസെപ്റ്റ് മാത്രമാണ് ഫ്ലോപ്പി ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാഗ്നറ്റിക് ടേപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ആണ് അത് വർക്ക് ചെയ്യുന്നത്. സോ മാഗ്നറ്റിസം കൊടുത്ത് അവിടെ നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡാറ്റ റീഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഫ്ലോപ്പി ഡ്രൈവ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. So this is about memory hierarchy, just memory arranged into different levels based on the performance and the cost, speed of access and the cost. Okay, so at the top you can see register memories, then cache, then RAM, then magnetic disk, then optical disk, then finally magnetic tape.
So topple where the registers already നമ്മൾ explain ചെയ്തു. Just read. Registers are small high-speed memory units located in the CPU. They are used to store the most frequently used data and the instructions. All those registers are under the control of CPU's control unit. ആരെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ആ ഓരോ ഇൻസ്ട്രക്ഷൻ തന്നെ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, അക്യുമുലേറ്റർ രജിസ്റ്റേഴ്സ്, okay, timer registers are all those registers available in the common registers available in the microprocessor. Okay, so ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോന്നും interrupt registers, സീരിയൽ കമ്മ്യൂണിക്കേഷൻ രജിസ്റ്റേഴ്സ്, അങ്ങനെ പറയുന്ന കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കൺട്രോള് പ്രീ ഡിഫൈൻഡ് ആണ്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ കൺട്രോൾ യൂണിറ്റ് അതിന് ഓരോന്നിന് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. യു സ്റ്റാൻഡ് അപ്പ്. So they are used to store the most frequently used data and instructions. And registers have the fastest access time and small storage capacity, typically ranging 16 to 64 bits. 16 to 64 bits. Or 8 10 15 ബൈറ്റ് മാത്രമായിരിക്കും. ഒരു 20 അല്ലെങ്കിൽ 32 ബൈറ്റ്, 32 മെമ്മറി ലൊക്കേഷൻ മാത്രമായിരിക്കും. അത്രയും ചെറിയ മെമ്മറിയാണ് നമ്മളുടെ എന്ത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. Then cache memory, that also we discussed in the previous classes. Memory is a small fast memory unit located close to the CPU. It may be outside the processor, very close, integrated along with the on the motherboard, but it is very close to CPU. Okay, or it can be inside the CPU also. Anyway, it is very close. It store frequently used data and instructions that have been recently accessed from the main memory. Main memory then നമ്മൾ access ചെയ്ത data, frequent ആയിട്ട് യൂസ് ചെയ്യുന്ന data ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെയിൻ മെമ്മറി കൺസംഷൻ അനുസരിച്ച് എത്ര പ്രാവശ്യം നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടോ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് cache മെമ്മറിയിലെ പ്രയോറിറ്റി വരും. നമ്മൾ കണ്ടതാണ്. Cache memory is designed to minimize the time it takes to access data by providing the CPU with a quick access to frequently used data. Then the main memory, that is nothing but our RAM, also known as RAM, random access memory. That is the prime memory of the computer system. It has larger storage capacity than cache memory, but it is slower than register memory and cache memory. Is used to store data and instruction that are currently in use by the CPU. So whenever we execute a program, those programs instructions will be loaded to particular memory reserved by the operating system. ഏത് മെമ്മറിയിലാണ് നമ്മൾ വർക്കിംഗ് ഡാറ്റ ലോഡ് ചെയ്യുന്നത്? വർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ്? It is in the RAM location. Then the static RAM പറഞ്ഞു. Static RAM stores the binary informations in flip-flops പറഞ്ഞിരുന്നു. And information remains valid until power is supplied. പവർ ഉള്ളിടത്തോളം കാലം അതിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടായിരിക്കും. There is no chance of losing the data. Okay, and static RAM has faster access time and is used in implementing cache memory. But dynamic RAM, it stores the binary information as a charge on the capacitor. Dynamic RAM എന്ന് പറയുന്നത് കപ്പാസിറ്ററിലുള്ള ചാർജിന് അനുസരിച്ച് അല്ലെങ്കിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് മെമ്മറി ആയിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇറ്റ് റിക്വയർസ് റിഫ്രഷിംഗ് സർക്യൂട്ടറി ടു മെയിൻറ്റെയിൻ ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ആഫ്റ്റർ എ ഫ്യൂ മില്ലി സെക്കൻഡ്സ്. എവറി മില്ലി സെക്കൻഡ്സ് വി നീഡ് ടു റിഫ്രഷ് ദ ഡേറ്റ. സോ ദർ ആർ അറ്റാക്കിംഗ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ത്രെറ്റ് എന്ന് പറയുന്ന ഒരു റിസ്ക് ഉണ്ട് കമ്പ്യൂട്ടറിൽ. നമ്മളുടെ ഡാറ്റ നമ്മളുടെ അറ്റാക്കേഴ്സ് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളുടെ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ റാമിലാണ്. സോ ഡൈനാമിക് റാമിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഡാറ്റ പുറത്തേക്ക് ഒരു റേഡിയേഷൻ ഒക്കെ എമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പേർട്സിന് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോഡ് എന്താണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രൈവസി ത്രെറ്റ് ഉണ്ട് ഡൈനാമിക് റാം കൺസെപ്റ്റ് യൂസ് ചെയ്തത്. സോ അതിനൊക്കെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിന് വേറെ ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്. എനിവേ ദർ ഇസ് എ ചാൻസ് ദാൻ ദ സ്റ്റാറ്റിക് റാം. So dynamic RAM, it requires refreshing circuitry to maintain the charge on the capacitor after a few milliseconds. It contains more memory cells per unit area as compared to static RAMs. So static RAM-നേക്കാളും കൂടുതൽ മെമ്മറി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ കപ്പാസിറ്റി കൊടുക്കാൻ പറ്റും. ബട്ട് ആക്സസിങ് ടൈം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാമിനേക്കാൾ കൂടുതലാണ്, പെർഫോമൻസ് മോശമാണ്, ചീപ്പാണ്.
Understood? So that is the difference between static RAM and dynamic RAM. Then secondary storage, such as hard disk, HDD, hard disk and solid state devices, is a non-volatile memory unit that has a large storage capacity than main memory. Secondary memory വരുന്നതാണ് ഹാർഡ് ഡിസ്കും. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇത് സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ നോട്ട് കറന്റ് ഇൻ യൂസ് ബൈ ദ CPU. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയായിരിക്കും? നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. ഇറ്റ് വിൽ ബി ലോഡഡ് ടു ദ RAM whenever you are using, you are working with that application. അറിയാവുന്ന secondary storage has the slowest access time and typically the least expensive type of memory in the memory hierarchy. Okay. Then magnetic disk. Magnetic disk are simply circular plates, CD, that are fabricated with either a metal or a plastic or a magnetized മെറ്റീരിയൽ. നോർമലി അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയിരിക്കും. പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒരു പെർട്ടിക്കുലർ ഒരു മെറ്റീരിയൽ കൊണ്ട് കോട്ടിംഗ് ഉണ്ടായിരിക്കും. ആ കോട്ടിങ്ങിലേക്ക് ലേസർ വെച്ചിട്ട് നമ്മൾ ബേൺ ചെയ്താണ് അവിടെ ഡാറ്റ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഡിസ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കോമ്പാക്ട് ഡിസ്ക്, CD എന്ന് പറയും. ഓക്കെ, ഓർ DVD, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്, ഓർ ബ്ലൂറേ ഡിസ്ക്. ഓക്കെ, ഓരോന്നും ഓരോന്നിന്റെ ഹയർ ലെവൽസിലുള്ളതാണ്. CD യുടെ കപ്പാസിറ്റി എത്രയാണ്? CD കോമ്പാക്ട് ഡിസ്ക് കപ്പാസിറ്റി in the range of less than 1 GB, 700 plus GB only. Sorry, MB only. Okay, then DVD and Blu-ray disc, DVD 4.7 GB. 4.7 less than 5 GB gigabytes DVD. Blu-ray disc is still, I don't know, high memory capacity. So all are under the category of magnetic disk. So magnetic disk work at a high speed inside the computer and these are frequently used. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഡ്രൈവിൽ ഓരോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് വളരെ സ്പീഡായിട്ട് അത് ഡാറ്റ ലോഡ് ചെയ്ത് അതിൻ്റെ റാമിലേക്ക് അത് കൊടുക്കും. കമ്പയർഡ് ടു സ്പീഡ് ഉണ്ട്. Then the magnetic tape is simply a magnetic recording device that is covered with a plastic film. ചെറിയ പഴയ കാലത്ത് ടേപ്പ് റെക്കോർഡറൊക്കെ വെച്ചിട്ട് ഈ പാട്ട് കേൾക്കുന്ന ഒരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നവഡേയ്സ് ഒന്നുമില്ല. സോ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ചെറിയൊരു കാസറ്റ് ആയിരിക്കും. ആ കാസറ്റിൻ്റെ അകത്ത് ഒരു 2 വീലുണ്ടായിരിക്കും. ആ വീലില് മാഗ്നറ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടേപ്പ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ആ കറങ്ങി പോകുന്നതിനനുസരിച്ച് അവിടെ മാഗ്നറ്റിക് ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിൽ നിന്ന് നമ്മളുടെ ഇവിടെയുള്ള മാഗ്നറ്റിക് ഇൻഫർമേഷൻസ് ഹെഡ് റിസീവ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ പണ്ട് കേട്ടുകൊണ്ടിരുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ മാഗ്നറ്റിക് ടേപ്പും. ഒരു മാഗ്നറ്റിക് ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡ് നമ്മളുടെ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവില് ചെറിയൊരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ആ ഓപ്പണിംഗിൽ അവിടെ വരുമ്പോൾ ആ ഹെഡ് എനർജൈസ് ചെയ്യും. എനർജൈസ് ചെയ്യുന്ന ഹെഡ് ഈ മാഗ്നറ്റിക് ടേപ്പിന്റെ ഇൻഫർമേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ നിന്ന് വരുന്ന സിഗ്നൽ. ആ സിഗ്നലിനെ പ്രോസസ് ചെയ്ത് നമുക്ക് ഡാറ്റയെ റിട്രീവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് എന്ത്? മാഗ്നറ്റിക് tape എന്ന് പറയുന്നത്. It is generally used for the backup of data. In the case of a magnetic tape, the access time for a computer is a little slower and therefore it requires some amount of time for accessing the strip. ഓക്കെ, സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈവൻ ഒരു ഡോക്യുമെന്റ് റീഡ് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. സോ you cannot experience that nowadays. So this is just a comparison between the memories and different levels of your memory hierarchy. Level 1, 2, 3 and 4, first register memory and the size is less than 1 kilobytes. Implementations, multi-boards. Access time is in the 0.25 to 0.5 nanoseconds. Bandwidth, then magnetic managed by the compiler. Backing mechanism, compiler അല്ലെങ്കിൽ control unit അതിന്റെ control ഇരിക്കുന്നത് registers. Then cache memory, you have similar comparisons between less than 16 MB on chip RAM, on chip തന്നെയാണ് less than nanoseconds in the range തന്നെയാണ് access time. Then main memory less in the range of 16 GB. Okay, nowadays our CPUs, our laptops are of having main memory 8 GB and 16 GB. So നമ്മൾ തന്നെ പറയും 4 GB യിലുള്ള കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ it is will be very slow. നമ്മൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പീഡാണ് 4 GB വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ് ഓർ PC എന്ന് പറയുന്നത്. We will upgrade. Okay, so 4 GB, 16 GB, 32 GB ലൊക്കെ പ്രൈമറി മെമ്മറി ഉള്ള ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. So as we are going for higher end, it will become expensive. That's all. Okay, now on secondary memory greater than 100 GB. So just a comparison of different memories in the memory hierarchy in terms of the cost and the speed of operation, speed of access. Then advantage of memory hierarchy.
എന്താണ് faster access due to multiple levels in the memory hierarchy. User get faster access to frequently used data. Cache memory, the fastest memory, stores most frequently used data. You don't want to prepare notes, I will share, already shared in Google Classroom, you can collect it. Cost effective, using the most expensive memory only where it is needed can help us to reduce the cost. So cost compromise ചെയ്യാനായിട്ട് ഈ memory hierarchy നമുക്ക് ഉപയോഗപ്പെടും. Cache memory is more expensive than main memory or a secondary storage. With the help of memory hierarchy, it can be used only in necessary areas rather than using it everywhere. Okay, ആവശ്യമായ മെമ്മറിയിൽ എല്ലായിടത്തും പ്രൈമറി മെമ്മറി കൊടുത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ആവശ്യമായ ആപ്ലിക്കേഷൻസിന് ആവശ്യമായ മിനിമം റിക്വയർമെന്റിൽ പ്രൈമറി മെമ്മറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി കൊടുത്ത് കമ്പയർഡ് ടു ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മളുടെ PC റെഡിയാക്കുക എന്നുള്ളതാണ്. Efficient use of resources. Computer resources can be used effectively by memory hierarchy, ensuring no wastage of resources. High speed access to a particular data set that is not frequently used results in a wastage of resources. Increase the capacity. Just points മാത്രമാണ്. Increase the processing speed. By memory hierarchy, operations can be performed much faster as the fastest memory can be used for the most frequently used data. CPU can access the data in a faster manner, which in turn increase the processing speed. Okay, so these are all about the memory hierarchy. Okay, so now we covered up to computer hardware, CPU, memory, memory hierarchy, registers, cache, RAM, virtual memory. Okay, up to that we covered. Then the next is from the module remaining motherboard, computer peripherals, IO devices, storage devices. You need to study in detail about hard disk and SSDs, optical drives, IO communications and device management, interfacing cards, buses, firmware, and boot process. Okay, so by the time we may experience all those we are discussing here in the practical lab also. തുടങ്ങിയോ വർക്ക്ഷോപ്പ് IT വർക്ക്ഷോപ്പ് തുടങ്ങിയോ മറ്റേ ലാബിൽ കിട്ടിയോളൂ. So in the coming classes you will see motherboards and all those നമ്മളിവിടെ പറയുന്നതെല്ലാം അവിടെ നിങ്ങൾക്ക് അവിടെ ലാബിൽ കാണാൻ പറ്റും, അവിടെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം. Okay, so now we will start with the motherboard. Okay, so motherboard എല്ലാവർക്കും അറിയാവുന്നതാണ്. Our computer or laptop is having a main board. Okay, ബോർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് motherboard. So എന്താണ് motherboard? So computer is an electronic device that processes the data with respect to the user's requirement using IO device. നമ്മൾ പറഞ്ഞതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ആവശ്യത്തിനനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് അതിന്റെ റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രോസസ് ദ ഡാറ്റ being received from the input device and after processing it sent to output device for experiencing what we have done with that data. So in a computer, CPU, memory and other major components are mounted to wiring on a printed circuit board. Printed circuit electronics നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് PCB എന്ന് പറയും. Printed circuit board that is there everywhere on your electronic devices. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് കാണാം, റേഡിയോ, TV, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ, എന്ത് തുറന്നാലും ചെറിയ ഒരു മൈക്ക ബോർഡിൽ ഒരു സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക PCB എന്ന് വിളിക്കുക. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് PCBയെ വിളിക്കുക. ഓക്കെ, സോ CPU, മെമ്മറി ആൻഡ് അതർ മേജർ കമ്പോണൻസ് എല്ലാം മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ് വയർഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്, അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ബോർഡ് എന്ന് പറയുന്നത്. So motherboard, it contains
CPU, memory, and important parts of our computing unit. Okay, computer. Okay, so it's a printed circuit board with all interconnections. Serves as a single platform to connect all of the parts of a computer together. Okay, so in the motherboard, it's a platform where all the units of our computer are meeting each other. ഓരോന്നും അവരുടേതായ രീതിയിൽ they help us to communicate. They help us to communicate different parts of. Okay, so എല്ലാ യൂണിറ്റും വന്ന് നമ്മളുടെ മദർ ബോർഡിൽ വന്നിട്ട് അവർ തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടിംഗ് യൂണിറ്റിനെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മളുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കമ്പ്യൂട്ടർ. മെയിൻ യൂണിറ്റ് ആണ്, മെയിൻ സെക്ഷൻ ആണ് നമ്മളുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഫോർ ദിസ് ലാപ്ടോപ്പ് മദർ ബോർഡ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ, ഫിനിഷ്ഡ്. ഓക്കെ, so better to replace the motherboard. Nowadays finish ആയി കഴിഞ്ഞാൽ will throw that and go for a new one. Okay, so അങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്. Okay, it connects the CPU, memory, hard drive, hard disk, optical drives, video card, sound card and other parts. മെയിൻ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ വരുന്നതാണ് CPU, memory, hard drive, optical drive, video card, sound card, LAN cards. Okay, and other parts. ഇതെല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ് എന്ത് മദർ ബോർഡ്. ഇറ്റ് ഓൾസോ കണക്ട്സ് എക്സ്പാൻഷൻ കാർഡ്സ് ഡയറക്ട്ലി ഓർ വയ cables. There will be expansion cards on your mobile, video mobile. This is the used. Okay. It also connects expansion cards. So there is an unit in our motherboard. You can see expansion card, where that unit you can use for integrating some extra hardware requirements for your computer. Okay, extra hard disk integrate ചെയ്യാം, extra memory എങ്ങനെ എല്ലാം യൂണിറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ കാർഡ്സ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദിസ് അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് ഓൾ ടുഗദർ ഈസ് നോൺ ആസ് ദ ബാക്ക് പ്ലെയിൻ. ബാക്ക് പ്ലെയിൻ മദർ ബോർഡിന് വിളിക്കുന്ന വേറൊരു പേരാണ് ബാക്ക് പ്ലെയിൻ. ഓക്കെ, സോ എല്ലാം കൂടിയിട്ട് വരുന്ന ഫുൾ സെറ്റപ്പ് ഇൻ എ സിംഗിൾ ചിപ്പ്, സിംഗിൾ ബോർഡ്. ഓക്കെ, സോ ഇറ്റ്സ് കോൾഡ് എ ബാക്ക് പ്ലെയിൻ. സോ ദിസ് ഇസ് ജസ്റ്റ് എ സ്ട്രക്ചർ ഓർ എ വ്യൂ ഓഫ് എ മദർ ബോർഡ്. ഓക്കെ, സോ മദർ ബോർഡ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, here you can see a slot. Okay, this unit that is called a CPU chip. നമ്മൾ microprocessor. Okay, ഇന്റലിന്റെ ആണെങ്കിൽ കോർ സ്റ്റുഡിയോ മുതൽ സെലറോൺ, കോർ സ്റ്റുഡിയോ, പിന്നെന്തായിരുന്നു ഐ സീരീസ് അവിടെ ഏതാണ് i9 ഒക്കെ ഉണ്ട് അല്ലേ? i9 അല്ല, i11 ആയോ? ഇല്ല. സോ i9, i3, i5, i7, i9 എന്ന് പറയുന്ന കുറെ, അതെല്ലാം ഓരോ പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, സോ ആ പ്രോസസ്സർ വയ്ക്കുന്ന ഒരു സ്ലോട്ട് യു ക്യാൻ എക്സ്പീരിയൻസ് ഓൺ ദ മദർ ബോർഡ്. അത് ആ മദർ ബോർഡ് സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇറ്റ്സ് എ റിമൂവബിൾ യൂണിറ്റ്. ഓക്കെ, സോ CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്ന യൂണിറ്റ് ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ച് അതിനൊരു പിൻ വെച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഓൺ ടോപ്പ് ഓഫ് വിച്ച് യു ക്യാൻ സി CPU അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഒക്കെ തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ CPUവിന്റെ മുകളിൽ അത് മാത്രം കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഫാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ദാറ്റ് യൂണിറ്റ് ഈസ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മളുടെ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്ന യൂണിറ്റ്. സോ ഈ നീഡ് കൂളിംഗ്, സോ ആവശ്യമായ കൂളിംഗ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈവൻ ഇൻ ദ ലാപ്ടോപ്പ് ഓൾസോ നമ്മുടെ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ട് എയർ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ദർ വിൽ ബി വെന്റ്, ലാപ്ടോപ്പിന്റെ ബാക്ക് സൈഡിലെ ഒരു വെന്റ് നമുക്ക് കാണാൻ പറ്റും, ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. സോ അത് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ ലാപ്ടോപ്പ് വെച്ച് 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സറൊക്കെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വർക്കിംഗ് ടു മച്ച്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ പ്രോസസ്സർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ അതൊരിക്കലും അത് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹിഞ്ച് കൊടുത്ത് അത് അവർ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഓക്കെ. സോ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ നമ്മളെ പ്രോസസ്സറിന് കൂളിംഗ് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് യൂണിറ്റ് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ. സോ മദർ ബോർഡിൽ തന്നെ ഒരു സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കോപ്പർ സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ മദർ ബോർഡിലും ഉണ്ടാവണമെന്നില്ല, ഒരു കോപ്പർ സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. ആ കോപ്പർ സ്ട്രിപ്പ് നമ്മളെ മദർ ബോർഡിൽ അല്ലെങ്കിൽ CPU-ൽ നിന്നുള്ള ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെന്റിലേഷൻ വഴി വെച്ചിരിക്കുന്നതായിരിക്കും. വളരെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ ആ സെക്ഷൻ ഭയങ്കരമായിട്ട് ചൂടാവും. Okay, so anyway, that unit is for this unit is for keeping our processor. Okay, then some memory units and other parts also ഇതിനെല്ലാം heat sink എന്നാണ് പറയുക. heat sink മദർ ബോർഡിൽ വളരെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. സോ അവിടുത്തെ ഹീറ്റ് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്ത് ഹീറ്റ് സിങ്ക്. ഓക്കെ, ഹീറ്റ് സിങ്ക് അത് അതിൻ്റെ അകത്ത് ഒരു ഗ്രൂഡ് ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും ഹീറ്റ് സിങ്കിനുള്ളത്. കൂടുതൽ എയർ പാസേജ്, എയർ കോണ്ടാക്ട്സ് ഉണ്ടായിട്ട് ഹീറ്റിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഹീറ്റ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. Okay, then you can see on top of the PCI bus loads and the PCI express load. PCI and PCIe എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, സോ PCI ആൻഡ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ പെരിഫറൽ അതർ കമ്പോണൻസ് ഒക്കെ ആയിട്ട് മദർ ബോർഡിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലോട്ട് മാത്രമാണ് PCI ആൻഡ് PCIe എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ്. ദെൻ ഹിയർ യു ക്യാൻ സീ ടു യൂണിറ്റ്സ്. ഓക്കെ, എന്താണത്? എന്താണ് ഈ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ സെക്ഷൻ? That are slots for inserting RAM. That are slots for inserting RAM, random access memory. You can upgrade your RAM capacity by inserting more memory. Okay, more capacity ഉള്ള RAM insert ചെയ്തുകൊണ്ട് നമുക്ക് അവനെ upgrade ചെയ്യാൻ പറ്റും. Then there are hard disk connector slots. You can see here. Okay, so ഓരോ മദർ ബോർഡിനും ഓരോ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്സ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാനുഫാക്ചറർ. ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഇന്റൽ ബോർഡിന്റെ ഒരു സ്ട്രക്ചർ മാത്രമാണിത്. ഹിയർ യു ക്യാൻ ഇൻസേർട്ട് കേബിൾ ഓഫ് യുവർ ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡ്രൈവിന്റെയോ മാഗ്നറ്റിക് ഡ്രൈവിന്റെയോ കേബിൾ അവിടെ കൊടുന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻ യുവർ ലാപ്ടോപ്പ് ദീസ് കേബിൾ ഉണ്ടാവില്ല, ഇവിടെ തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഇവിടെ നേരിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് നേരിട്ട് അതിലേക്ക് പ്ലഗ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ. അതേസമയം ഡെസ്ക്ടോപ്പിലൊക്കെ അത് സെപ്പറേറ്റ് യൂണിറ്റിലായിട്ടിരിക്കുക. അവിടുന്ന് കേബിൾ വന്നിട്ട് നമ്മൾ മദർ ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. സോ ലാബിൽ പോകുമ്പോൾ നിങ്ങൾ കാണും. Then they can see different types of capacitors, different connections and everything. And ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് സൗണ്ട് കാർഡ്, VGA കാർഡ്, പിന്നെ വൈഫൈ, ലാൻ കേബിൾസ്, അതിൻ്റെയൊക്കെ കണക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് ലാൻ കേബിൾസും വൈഫൈ കേബിൾസും ലാൻ കേബിൾ കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ സെക്ഷനിലാണ്. അതിന്റെ ബാക്ക് കണക്ടേഴ്സ് എന്ന് പറയും. സോ ജസ്റ്റ് എ സ്കെമാറ്റിക്, ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇങ്ങനെയല്ല അതിന്റെ ഓരോന്നിന്റെയും ഒരു മെത്തേഡ്, ഓരോന്നും ഓരോ രീതിയിലായിരിക്കും അതിന്റെ മദർ ബോർഡിൽ ഉണ്ടാവുക. സോ ഇൻ ദ മദർ ബോർഡ് there is a bus. നമ്മൾ ബസ്സിന്റെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. പ്രോസസ്സറിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബസ്? ബസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ Bus is a group of wires. Bus is nothing but a group of wires for carrying the address and data of your memory or computing CPU system. So data buses are used for transfer informations between the south bridge and the north bridge component of motherboard. Motherboardile രണ്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ കൺവെൻഷൻ ആയിട്ട് പറയുന്നതാണ്. ഇറ്റ്സ് കോൾഡ് സൗത്ത് ബ്രിഡ്ജ് ആൻഡ് നോർത്ത് ബ്രിഡ്ജ്. Okay, so the north bridge motherboard component is used to make the data connections to the CPU, RAM or a PCI Express. Okay, so data busൽ വരുന്ന രണ്ട് സെക്ഷൻ ആണ്, നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. മദർ ബോർഡിന്റെ നോർത്ത് സൈഡും സൗത്ത് സൈഡിലുമായിട്ടായിരിക്കും ജനറലി അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നോർത്ത് ബ്രിഡ്ജിലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വിൽ മാനേജ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ CPU, മെമ്മറി ആൻഡ് PCI Express. PCI ബസ്സിലുള്ള യൂണിറ്റ് അവർ തമ്മിലുള്ള കണക്ഷൻസിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അവിടെ. ദ റാം സ്റ്റാർട്ട്സ് ഫീഡിംഗ് ദ CPU, നമ്മൾ അറിയാവുന്നതാണ്, അത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കാർഡ് ആഫ്റ്റർ ബീങ് റിട്ടേൺ ടു ദ PCI, ദ ഡാറ്റ ഈസ് എയ്തർ കോപ്പീഡ് ഓർ റീലൊക്കേറ്റഡ് ടു ദ എക്സ്പാൻഷൻ കാർഡ്. എക്സ്പാൻഷൻ കാർഡ് ഒക്കെ ഉള്ള കേസിൽ നമ്മൾ ഡാറ്റ PCI Expressൽ വരും, PCI Expressൽ നിന്ന് അങ്ങോട്ട് ചെയ്യും. സോ ഇറ്റ്സ് എ two-way communication traffic system. Okay, so PCI Express എന്ന് പറയുന്നത് ബസ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇന്റൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ് PCI എന്ന് പറയുന്നത്. So avudanna data, it's like a road. From different roads people can go different directions, same like. Okay,
Okay, so it's a group of lines wherein all the data will come together and will go to different parts of your computing unit. Okay. So south bridge, north bridge പറഞ്ഞു. South bridge mother of the motherboard controls the data connection to the BIOS. BIOS എന്ന് പറയുന്ന റോം മെമ്മറിയാണ്. അതിൻ്റെ അകത്ത് പെർമനന്റ് റിട്ടേൺ ഡാറ്റയാണ് അവിടുത്തെ BIOS എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സീരിയസ് ബസ്, USB ഡാറ്റ, സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ്, സാറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ ഇപ്പോഴത്തെ ഇതിലൊക്കെ നമ്മുടെ കേബിൾ സാറ്റ കണക്ഷൻസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ട്. സാറ്റ എന്ന് പറയുന്നുണ്ട്, സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ് സാറ്റ എന്ന് പറയാം, ആൻഡ് PCI ബസ്. സോ ഇതൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് സൗത്ത് ബ്രിഡ്ജ്. മെമ്മറി, CPU അങ്ങനെയുള്ള മെയിൻ പാർട്ടിന്റെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ നോർത്ത് ബ്രിഡ്ജ് എന്ന് വിളിക്കും. സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ബയോസ്, യൂണിവേഴ്സൽ USB ഡാറ്റ, സാറ്റ ഡാറ്റ ഇങ്ങനെയുള്ള ഡാറ്റയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ നമ്മൾ സൗത്ത് ബ്രിഡ്ജ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ എന്താണ് PCI എന്ന് പറയുന്നത്? പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട്. ആൻഡ് PCIe എന്ന് പറയുന്നത് പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട് എക്സ്പ്രസ്. രണ്ടും എന്താണ്? ബോത്ത് സ്റ്റാൻഡേർഡ്സ് ഫോർ കണക്ടിങ് പെരിഫറൽ ഡിവൈസസ് ടു എ കമ്പ്യൂട്ടേഴ്സ് മദർ ബോർഡ്. സോ മദർ ബോർഡിൽ നിന്ന് നമ്മൾക്ക് സപ്പോസ് ഫോർ എക്സാമ്പിൾ യു നീഡ് ടു ഇൻസ്റ്റാൾ ആൻഡ് സെപ്പറേറ്റ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഓൾറെഡി ഉള്ള 512 GB ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് പോരാ, വേറൊരു ഹാർഡ് ഡിസ്ക് കൂടി വേണം. സോ ദാറ്റ് യു ക്യാൻ ഡു ബൈ integrating through this PCI Express expansion card. എക്സ്പാൻഷൻ കാർഡ് എന്ന് പറയുന്ന ആ സ്ലോട്ട് ഈ PCI എക്സ്പ്രസിലേക്ക് ഫിസിക്കലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. സോ എക്സ്പാൻഷൻ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെമ്മറി കപ്പാസിറ്റി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ PCI ആൻഡ് PCI Express രണ്ടും ഇന്റലിന്റെ ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ്. സോ PCI is a computer bus. ഞാൻ പറഞ്ഞു PCI എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബസ് ടു കണക്ട് ദ ഹാർഡ്വെയർ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്റൽ ഇൻ 1992. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 or 64 ബിറ്റ്സ് ആണ് പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. PCIe എന്ന് പറയുന്നത് ആദ്യം വന്നത് PCI ആയിരുന്നു. അതിൻ്റെ ടെക്നോളജിയെ അഡ്വാൻസ് ചെയ്ത് കുറച്ചുകൂടി സ്പീഡിലും പെർഫോമൻസും വന്ന സ്റ്റാൻഡേർഡാണ് PCI Express എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഈസ് അഡ്വാൻസ്ഡ് ഓവർ PCI. Okay, so introduced in the 2000s introduced ചെയ്തതാണ് by Intel itself. PCI Express is a serial bus which connects graphic cards, Wi-Fi, hard drives and other hardware devices. Okay, so serial data communication ആണ് PCI Express യൂസ് ചെയ്യുന്നത്. PCI യൂസ് ചെയ്യുന്നത് parallel data bus ആയിരിക്കും. So it works faster than PCI. PCI Express, PCIe എന്ന് പറയുന്നത് PCI-യേക്കാൾ ഫാസ്റ്റ് ആയിരിക്കും. ലെസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പിൻ കൗണ്ട്, മേക്കിംഗ് ഇറ്റ് വർക്ക് ബെറ്റർ ദാൻ PCI. നമ്പർ ഓഫ് ലൈൻസ് PCI എക്സ്പ്രസിലെ നമ്പർ ഓഫ് ലൈൻസ് കുറവായിരിക്കും. വൈ? PCI എന്ന് പറയുന്നത് പാരലൽ സിസ്റ്റമാണ്, വൈൽ PCIe എന്ന് പറയുന്നത് സീരിയൽ സിസ്റ്റമാണ്. സീരിയൽ സിസ്റ്റം ആകുമ്പോൾ സെയിം ലൈനിൽ കൂടെ തന്നെയാണ്, ബട്ട് data is moving here and there at very high speed than PCI components. So bus interface includes necessary connection to allow DMA. DMA എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് യൂണിറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. ഇറ്റ്സ് കോൾഡ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഡയറക്റ്റ് മെമ്മറി ആക്സസ്. സോ നമ്മളുടെ മൈക്രോ പ്രോസസറിംഗ് യൂണിറ്റിലെ ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ. ഓക്കെ, സോ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു കാരണവശാലും ഒരു CPU കൊണ്ട് ചെയ്യേണ്ട റോളല്ല. സോ CPU എന്ന് പറയുന്നത് മെയിൻ യൂണിറ്റ് ആണ്, അതാണ് എല്ലാ വർക്കും നമ്മൾ പ്രോസസറിൽ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. സോ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ്സ് കോപ്പിംഗ് ഫ്രം സം ലൊക്കേഷൻ ആൻഡ് പുട്ടിംഗ് ഇറ്റ് ഇൻ ടു സം അനദർ ലൊക്കേഷൻ. സോ CPU-നെ ഇൻവോൾവ് ചെയ്യിക്കാതെ വേറൊരു യൂണിറ്റിനെ കൊണ്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് DMA എന്ന് പറയുന്നത്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. Interrupted concept പിന്നീട് പഠിക്കും. ആൻഡ് കൺട്രോൾ, അതർ കൺട്രോൾ കേപ്പബിലിറ്റി. Both PC and PCI includes the necessary connection to the allow DMA, interrupt and control capability. Then the bus interface switching circuit in the PC connects the memory and the PCI Express bus together during DMA transfers. Simple points മാത്രമാണ്, which provides the required CPU memory access and input output link. എവറി യൂണിറ്റ്സും PCIയിൽ കൂടിയാണ് പോവുക. മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഇതെല്ലാം വരുന്ന ഡാറ്റ വരുന്നത് ഏത് സെക്ഷനിൽ കൂടിയാണ്? PCI അല്ലെങ്കിൽ PCIe യൂണിറ്റിൽ കൂടിയാണ്. ഓക്കെ, കാർഡ്സ് പ്രൊവൈഡ് ഗ്രാഫിക് ഡിസ്പ്ലേ സപ്പോർട്ട്. നമ്മൾക്ക് എക്സ്ട്രാ VGA പോർട്ട് അല്ലെങ്കിൽ HDMI പോർട്ട് അവിടെ നിന്ന് ഡാറ്റയൊക്കെ വരുന്നത് ആര് വഴിയാണ്? PCI വഴി. Okay, so audio capability, serial and parallel ports, modem connections and Ethernet interfaces. Ethernet card, Ethernet interface. ലാപ്ടോപ്പ് അല്ല, പഴയതൊക്കെ നോക്കി കഴിഞ്ഞാൽ ന്യൂജനിലൊന്നും നമുക്ക് Ethernet കാർഡോ അതിൻ്റെ സ്ലോട്ടോ കാണാൻ കഴിയില്ല. ഇറ്റ്സ് നൗ Wi-Fi.
ഓക്കെ, ബട്ട് ഡെസ്ക്ടോപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ബാക്കിൽ അകത്ത് വേറൊരു കാർഡ് തന്നെയുണ്ട്. ഓക്കെ, അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കാർഡുണ്ട്. ഓക്കെ, ഈതർനെറ്റ് കാർഡിൽ നിന്ന് ഡാറ്റ വരുന്നത് എങ്ങോട്ടേക്കാണ്? PCI എക്സ്പ്രസ്സിലാണ്. സോ PCI എക്സ്പ്രസ് ഈതർനെറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ, ആ കേബിളിൽ നിന്ന് വരുന്ന ഡാറ്റ ആ ബോർഡ് പ്രോസസ് ചെയ്ത് അതിന്റെ ഡാറ്റയാക്കി PCയിലേക്ക് കൊടുക്കും. PCയിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സെക്ഷനിലേക്കാണ് ഡാറ്റ പോകും. ഓക്കെ, സോ although Intel's originally designed the PCI backplane, its PCI Express successor have become standards through common use and agreements. Nowadays നമ്മളുടെ സിസ്റ്റത്തിലുള്ളതൊക്കെ PCIe സ്റ്റാൻഡേർഡ്സ് ആണ്. Then the components of the motherboard. Okay, വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. I will move it fast. So main part of our motherboard എന്തായിരിക്കും? CPU. Main part of the motherboard is CPU slot. Okay, you can install CPU in that place. You can place it and lock it, and whenever you want you can remove it. Okay, and you can plug it and unplug it. It serves as a connector between the motherboard and the microprocessor. It makes the CPU easier to operate and guards against harm when installing or removing it. Okay, so ആ സ്ലോട്ടില് ആ CPU എന്ന് പറയുന്ന യൂണിറ്റ്, CPU എന്ന് പറയുന്ന യൂണിറ്റിന്റെ ബോട്ടം ഫേസിൽ കംപ്ലീറ്റ് പിൻസ് ആയിരിക്കും. ഓക്കെ, അത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന പിൻസ് ആണ്. അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, അതെല്ലാം സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. പൊക്കി നോക്കി കാണാൻ ചെറിയ ചെറിയ പിൻസ് നമുക്ക് കാണാൻ പറ്റും. പിൻ ചെറിയ സൂചി പോലെയുള്ള പിന്നായിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ലോട്ടും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഡയറക്ഷൻ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ലാബിൽ പോകുമ്പോൾ അത് കാണാൻ പറ്റും. ആ സ്ലോട്ടിന് ആ ഹോൾസ് മാച്ച് ആ സ്ലോട്ട്സിനെ മാച്ച് ചെയ്യുന്ന അതേ ഹോൾസും നമ്മളുടെ CPU സ്ലോട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, ഏതോ മൈക്കാരോണാണ്. ആണോ? ഓഫ് ചെയ്തോ? സോ ഇറ്റ് ഓൾസോ ഓക്കെ. സോ CPU സ്ലോട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ RAM സ്ലോട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മദർ ബോർഡിൽ 2 സ്ലോട്ട് ഉണ്ട്. അവിടെ നമുക്ക് RAM ചിപ്പ് ഒരു കാർഡാണ്. ആ റാം സ്ലോട്ട്, ആ റാം പിന്നെ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആ റാം കാർഡിന്റെ 2 സൈഡിലും എന്താണ്? ചിപ്പ് അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ റാം കാർഡിന്റെ ചെറിയ ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു കാർഡാണ് റാം കാർഡ് എന്ന് പറയുന്നത്. 2 സ്ലൈഡിലും എന്താണ്? അവിടെ മെമ്മറി റാം ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ആ റാം കപ്പാസിറ്റി അനുസരിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ളതും കപ്പാസിറ്റി കുറഞ്ഞതും സെയിം സ്ലോട്ടിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റാം സ്ലോട്ട് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ മേ ഹാവ് 2 or more 2, 3, 4 യൂണിറ്റ് ഒക്കെ ഉള്ള 4 യൂണിറ്റ് ഉള്ള മദർ ബോർഡൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. Then അടുത്ത സ്ലോട്ട് എക്സ്പാൻഷൻ സ്ലോട്ട് ആണ്. എക്സ്പാൻഷൻ സ്ലോട്ട് known as expansion port or a bus slot connection or a port on the motherboard that offers a place to put an expansion card for components. Extra hardware നമ്മുടെ ഒരു മദർ ബോർഡ് ഓൾറെഡി വാങ്ങിപ്പോയി, ആവശ്യമായ മെമ്മറി അപ്പോൾ നമുക്ക് തികയുന്നില്ല, we need to upgrade. ഓക്കെ, അങ്ങനെയുള്ള സിസ്റ്റം വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഹാർഡ്വെയർസ് ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലോട്ട് ആണ് എക്സ്പാൻഷൻ സ്ലോട്ട്. എക്സ്പാൻഷൻ സ്ലോട്ട് എങ്ങനെയായിരിക്കും ഇരിക്കുക? CPU RAM എന്നിട്ട് നമ്മളുടെ ISA എന്ന് പറയുന്ന ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. ISA bridge, it's a bridge between the internal bus and external bus. Okay, then you can see an expansion slot. ഓരോ സ്ലോട്ടിലും നമുക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവോ മെമ്മറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Then the North Bridge integrated chip called the North Bridge, ഒരു IC യൂണിറ്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, that enables communication between the CPU interface, AGP and memory. And additionally it enables communication between the South Bridge chip and the graphics controller, CPU and RAM. South Bridge controls input and output function. Due to its location it is referred to as South Bridge. Just ഒരു ലൊക്കേഷൻ അനുസരിച്ച് കൊടുത്തിരിക്കുന്ന പേര് മാത്രമാണ്. സോ 2 കമ്മ്യൂണിക്കേഷൻ പാർട്ട്, നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. നോർത്ത് ബ്രിഡ്ജിലെ മെയിൻ യൂണിറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സൗത്ത് ബ്രിഡ്ജിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മാനേജ് ചെയ്യുന്നു. USB പോർട്ട് അറിയാം. ഇറ്റ്സ് എ സ്ലോട്ട് ടു അറ്റാച്ച് ഹാർഡ്വെയർ ലൈക്ക് മൗസ്, കീബോർഡ്, മെമ്മറി യൂണിറ്റ്സ് എക്സെട്ര. ഓക്കെ, നമ്മുടെ എന്താണ് പറയാ, USB വെച്ച് ഇൻസർട്ട് ചെയ്യുന്ന മെമ്മറി യൂണിറ്റ് എന്താ പറയാ? ഫ്ലാഷ് മെമ്മറിയാണ്. USB മെമ്മറി നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നില്ലേ മെമ്മറി, ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി. സോ അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് USB. എന്താണ് USB? Universal Serial Bus. Then PCI slots. Okay, peripheral
enables to connect a peripheral component interconnect slot അറിയാവുന്നതാണ്. AGP slot, accelerated graphics port, ഓക്കെ ഗ്രാഫിക്സ് കാർഡിന് വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ഇതാണ് നമ്മളുടെ VGA കാർഡ് അല്ലെങ്കിൽ HDMI പോർട്ട് അതെല്ലാം ഒത്തുകൂടി വരുന്ന അതാണ് നമ്മളുടെ AGP സ്ലോട്ട് എന്ന് പറയുന്നത്. ഹീറ്റ് സിങ്ക് എന്താണ് ഹീറ്റ് സിങ്ക്? To dissipate the heat produced by the different parts like memory and the processor of our motherboard. ഹീറ്റിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. Okay.